ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, ഈ നമ്മുടെ നാട്ടിലെ നമ്മളെ ചങ്ങായിമാർക്കെല്ലാം നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ വെറും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ഇങ്ങനൊരു അവസ്ഥയായിട്ടും ഒരാൾ പോലും എന്തുണ്ടടാ സേഫാണോന്ന് ചോദിച്ചിട്ട് ഒരു വിളി പോട്ട് ഒരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മളിതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് തിരിച്ചൊന്നും കിട്ടുന്ന വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ കാരണം അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ അല്ല അവരെ മുഖത്തൊരു ചിരി കാണുമ്പോൾ പോട്ട് വിടപ്പാ. അല്ല, നിനക്കറിയാം 1000 ദിർഹം സാലറി തികച്ചില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് പറയാം. നാട്ടിൽ 50,000 രൂപ 1,00,000 രൂപയും ശമ്പളമുള്ള ആൾക്കാർക്ക് വീടിന്ന് ഫോണുമായിട്ട് കൊണ്ട് കൊടുക്കും. ആ ഫോണ് കാണുമ്പോഴെങ്കിലും അത് കൊണ്ടു തന്ന ആളൊന്ന് ആലോചിക്കൂലേ? ഒരാണക്കിന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികളും പൊട്ടന്മാറന്നെ. നമുക്ക് അങ്ങോട്ടുള്ളതിൻ്റെ 10% പോലും അവിടുന്ന് ആയിരിക്കും ഇങ്ങോട്ടേക്കില്ല. നല്ല ചങ്ങായിമാർ എന്നെല്ലാം പറയുന്നത് വെറും ഈ റീൽസിലും സിനിമയിലും മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ബിജു ബിജു ഹലോ ബിജു, ഇതെന്താണ് അവിടെ നടക്കുന്നത്? ഇല്ലടാ, പേടിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ നീണ്ടു പോകുമ്പോ ടെൻഷൻ എനിക്കാണ് കേട്ടാ. നമ്മള് സേഫാന്ന്. എന്ത് സേഫാന്ന്? സേഫാന്നടാ. ടെൻഷൻ അടിച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല, അന്നേരം സേഫ്. ഓക്കെ ആണ്. എന്റെ വീട്ടിൽ കൂടുതൽ ഡേറ്റ് അടുത്ത് വരെയാണ്. വീട്ടിൽ കൂടല് ഓൻ്റെ വീട്ടിൽ കൂടലാന്ന്. അന്ന് ഞാൻ പറഞ്ഞ 55-ന്റെ ഒരു TV ഇല്ലേ, 55-ന്റെ ഒന്ന് കൊടുത്തു വിടണേ. മറ്റേ ഇപ്പം യുദ്ധമെല്ലാം പ്രമാണിച്ചിട്ട് മറ്റേ മാളിലെങ്ങാനും എല്ലാ ക്ലിയറൻസ് സെയിലും നടക്കുന്നുണ്ടാ? നീ 55-ന്റെ തന്നെ കൊടുത്തേക്കണം. കാരണം ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞും പോയി കേട്ടാ. ആ എന്നാ 55 ഇഞ്ചാക്കണ്ട, 110 തന്നെ ആയിക്കോട്ടെ. 110-ന്റെ അവിടെ 110-ന്റെ ആകുമ്പോൾ നമുക്ക് മറ്റേ കസ്റ്റംസിൽ മറ്റേ ഡ്യൂട്ടി കെട്ടേണ്ടി വരുമോ? ആ പൈസയും കൂടെ ഞാൻ തന്നെ അയച്ചിടാ നായി. എനിക്ക് കുപ്പി വേണം, TV വേണം, ഫോണ് വേണം, നിന്റെ അച്ഛന് തടവാൻ വേണ്ടി കോടാലി തൈരും വേണം, അമ്മക്ക് പാൽപ്പൊടി, പെങ്ങളെ കുട്ടിക്ക് ചോക്ലേറ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോന് ഇതിന്റെ ഇടക്ക് 55 ഇഞ്ചിന്റെ TV ഞാൻ അയച്ചു കൊടുക്കണെന്ന് തന്നെ. ചങ്ങായ പോലും ചങ്ങായി 10 രൂപക്ക് ഉപകാരമില്ലാത്ത ചങ്ങായി. വെറുതെ കരഞ്ഞ് തെണ്ടിക്കെല്ലാം വേണ്ടിട്ട് വെറുതെ കരഞ്ഞ. നമ്മളെ കുവൈത്തിലെ മനോജനെ വിളിച്ചോക്കട്ടെ. വാഷിംഗ് മെഷീന് പറഞ്ഞു. ഇനി ഓനും ഇതുപോലെ പറയുമോന്നറിയില്ല.